മണലൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചൂണ്ടൽ കണ്ടാണിശ്ശേരി പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തി. സിപിഐഎമ്മിന്റെ ആദ്യകാല നേതാക്കളുടെ ഭവനങ്ങളിലും ആരാധനാലയങ്ങളിലുമാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് സന്ദർശനം നടത്തിയത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥ് മാസ്റ്ററെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിനും കമ്മിറ്റിക്കും ശേഷം അടുത്ത ദിവസം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനിരിക്കെയാണ് തിങ്കളാഴ്ച അദ്ദേഹം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശിച്ചത്. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്ന ചൂണ്ടൽ തായങ്കാവ് ക്ഷേത്രത്തിലാണ് രവീന്ദ്രനാഥ് ആദ്യമെത്തിയത്. ക്ഷേത്രത്തിലെത്തിയ ഭക്തരോട് കുശലം പറഞ്ഞും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും അന്നദാനം നടക്കുന്ന തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം കഴിക്കുന്നവരായും ക്യൂ നിൽക്കുന്നവരോടും വിശേഷങ്ങൾ ആരാഞ്ഞുമാണ് മാസ്റ്റർ സമയം ചെലവഴിച്ചത്. അന്നദാനത്തിനെത്തിയവർക്കൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം തൊട്ടടുത്തുള്ള മുൻ എംഎൽഎ കെ.പി. അരവിന്ദാക്ഷന്റെ വസതിയിലും അദ്ദേഹം സന്ദർശിച്ചു. കെ.പി. അരവിന്ദാക്ഷന്റെ സഹധർമ്മിണി വിലാസിനി ടീച്ചർ, ഭാര്യ സഹോദരൻ, മറ്റു കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുമായി കുശലാന്വേഷണം നടത്തിയ ശേഷം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ആദ്യകാല നേതാക്കളുടെ വീട്ടിലും രവീന്ദ്രനാഥ് മാസ്റ്റർ സന്ദർശനം നടത്തി. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ, മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി എം പീതാംബരൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, കോനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ തുടങ്ങിയവരും ജനപ്രതിനിധികൾ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു.